ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അധികം ആരും കേൾക്കാത്ത ഒരു മാഫിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഒരു മാഫിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഈ മാഫിയെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഈ മാഫിയയുടെ പേര് വേറൊന്നുമല്ല, ഈ മാഫിയയുടെ പേരാണ് വോയിസ് റെക്കോർഡിംഗ് മാഫിയ. നിങ്ങളെല്ലാവരും ഇത് ഓൾറെഡി യൂട്യൂബിലൂടെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വോയിസ് റെക്കോർഡിംഗ് മാഫിയെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി പല പല യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാനിടയായിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിനെക്കുറിച്ച് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വോയിസ് റെക്കോർഡിംഗ് മാഫിയ എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോവുകയും അവരുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും. അതുമൂലം അവരുമായിട്ട് പേഴ്സണലി സംസാരിക്കുന്ന പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് അവർക്ക് നേരെ തന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീടുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്സുകൾ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സുകൾ എൻ്റെ കയ്യിലുണ്ടെന്നും ഇത് പുറത്ത് വിടാതിരിക്കണമെങ്കിൽ ഇത്ര രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മാഫിയാണ് ഈ വോയിസ് ക്ലിപ്സ് മാഫിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു വോയിസ് മാഫിയയിൽ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പേരുകൾ വരുന്നുണ്ടെങ്കിലും പ്രധാനമായും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നെയിം എന്ന് പറയുന്നത് വിവി ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലെ വിവിയുടെ പേരാണ്. വിവിനെ ഞാൻ ഫസ്റ്റ് ടൈം നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് ഞാൻ ഈ വിവിയുടെ വീഡിയോസ് കാണാനിടയായത്. ആ സമയത്ത് നമ്മുടെ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ വിവി ഹിയർ എന്ന ചാനലിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ ആ സമയത്താണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നത്. സോ അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ ജാസ്മിനെ കുറിച്ച് ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇയാൾ ജാസ്മിൻ്റെ ഉപ്പയായിട്ടുള്ള ജാഫ്രിക്കയുടെ അടുത്ത് പോയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എങ്ങനെയാണ് ജാഫ്രിക്ക ഇയാൾക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്? കാരണം ഇയാൾ വന്നിട്ട് ഡെയിലി ഈ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് എന്തിനാണ് ഈ ജാഫ്രിക്ക ഒരു ഇൻ്റർവ്യൂ കൊടുത്തതെന്ന് ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ജാസ്മിനും വിവിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും നമുക്കറിയുന്നില്ലല്ലോ. ഞാൻ ഈ വിവി ഒരു റാൻഡം പേഴ്സണായിട്ടാണ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ജാഫ്രിക്ക ഇതിന് സമ്മതിച്ചതെന്നുള്ളൊരു ഡൗട്ട് അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ ഇപ്പോഴാണ് അറിയുന്നത് വിവിയും ജാസ്മിനും നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു എന്നും അതുകൊണ്ടാണ് വിവിക്ക് ജാഫ്രിക്കേൻ്റെ അടുത്ത് പോകാനും അവരെ കൺവിൻസ് ചെയ്ത് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ജാഫ്രിക്ക നമ്മുടെ ബിഗ് ബോസിലേക്ക് കോൾ ചെയ്ത ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്താണ് ഈ വിവി പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീണ്ടും ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ വിവിയും ജാസ്മിനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരാളെയാണ് ഡെയിലി വന്നിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇപ്പോൾ അറിയുമ്പോഴത്തേനും വളരെ ഷോക്കിംഗ് ആയിട്ടുണ്ട്. സോ എന്നാലും ജാസ്മിന് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനും നല്ലൊരു ഫ്രണ്ടിനെ ജാസ്മിന് കിട്ടാനേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ സ്വന്തം ഫ്രണ്ട്ഷിപ്പ് പോലും മറന്ന് സ്വന്തം ഫ്രണ്ടിനെതിരെ ഡെയിലി വീഡിയോസ് ഇടുകയും സ്വന്തം ഫ്രണ്ടിൻ്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇദ്ദേഹം ഇട്ടുകൊണ്ടിരുന്നത് അല്ലേ. നമ്മളൊക്കെ ജാസ്മിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അത് ജാസ്മിൻ ബിഗ് ബോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇദ്ദേഹമാണ് ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത്. അഫ്സലിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ചാറ്റുകൾ, ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള പല കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വലിച്ചു കയറിയത് ഈ സ്വന്തം ഫ്രണ്ടായിട്ടുള്ള ഈ വിവി ഹിയർ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അഫ്സലുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും എന്നിട്ട് ജാസ്മിൻ്റെയും അഫ്സലിൻ്റെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പുറത്തേക്ക് എടുത്ത് നാട്ടുകാർക്ക് വലിച്ചു കയറാനായിട്ട് ഇട്ട് കൊടുത്തത് ഈ ഒരു വിവി ഹിയർ എന്ന് പറഞ്ഞ ജാസ്മിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫ്രണ്ട് ചെയ്യാമെന്ന് പറയാം, പിന്നെ നിന്ന് കുത്തുന്ന ഒരു ഫ്രണ്ടിനെ നമുക്ക് എന്ത് പേരിലാണ് വിളിക്കാനായിട്ട് സാധിക്കുക? സോ ജാസ്മിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ജാസ്മിൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പുറത്തു നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഒരു സഹതാപം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജാസ്മിനെ അത്ര വിശ്വസിച്ച് തനിക്ക് വേണ്ടി PR ചെയ്യാനായിട്ട് ഏൽപ്പിച്ച വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരാൾ. സോ ഇതറിയുമ്പോൾ ജാസ്മിൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകുന്നുള്ളത് പുറത്തിറങ്ങിയ ജാസ്മിന് മാത്രമേ അത് അറിയാനായിട്ട് പറ്റുള്ളൂ. കാരണം ജാസ്മിൻ്റെ ഫാമിലിയും ഇയാളെ വിശ്വസിച്ചു എന്നുള്ളതാണ്. സോ ജാസ്മിനെ വിശ്വസിച്ച് തൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇയാളെ ഏൽപ്പിക്കുമ്പോഴും അത്രയും വിശ്വാസമുള്ള ഒരാളാണെന്നായിരിക്കണം ജാസ്മിൻ്റെ ഫാമിലിയും ഇയാളെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവുക. സോ ആ ഒരു വിശ്വാസം മുതലെടുത്ത് ഇയാളുടെ ഒരു ചാനൽ ഗ്രോ ചെയ്യാനും ഇയാളുടെ
ചാനലിന് റീച്ച് കിട്ടാനായിട്ട് യൂസ് ചെയ്തു എന്നുള്ളത് എത്രമാത്രം ചീപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെ. ജാസ്മിൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് അഫ്സലിന്റെ പേര് പറഞ്ഞത് അധികം ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജാസ്മിൻ ഇങ്ങനെ അഫ്സലിന്റെ പേര് പറഞ്ഞു എന്നും പറഞ്ഞ് ഇയാളാണ് വീഡിയോ ചെയ്ത് നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ അഫ്സലിനെയും ജാസ്മിനും ഒരുപോലെ ഡിഗ്രേഡ് ചെയ്ത ഒരേ ഒരാള് ഈ വിവി എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. നമ്മളെല്ലാവരും ജാസ്മിനെ വിമർശിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാൾ വേറൊരാളുമായിട്ടൊരു റിലേഷനിലേക്ക് എത്തുന്നത് കണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ ജാസ്മിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ആ ഒരു പേരിൽ തന്നെയാണ് വിവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അഫ്സൽ എന്നൊരു വ്യക്തി എത്രമാത്രം വേദന അനുഭവിക്കുന്നു ഈ ജാസ്മിൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വിവി ജാസ്മിനെ മാക്സിമം ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പറയുന്ന വിവി റിയൽ ലൈഫിൽ ഇതിലും വളരെ മോശമായിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് നമ്മുടെ സായി പറയുന്നത്. സോ സായിക്ക് വിവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജാസ്മിൻ ഇട്ട് കുത്താൻ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്, വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പച്ചക്ക് ഞാൻ പറയും. കാരണം വിവി ആരവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞത് ആരവിനോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ആവശ്യം എന്താണ് അവൻ ജാസ്മിന്റെ ഒപ്പം നടക്കുന്നത്. എടാ ഉളുപ്പുണ്ടോ നിനക്ക്? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. നീ പറയുന്നുണ്ടല്ലോ ജാസ്മിൻ അകത്ത് പോയിട്ട് ഗബ്രീന്റെ ഒപ്പം അങ്ങനെയായി, ഗബ്രീന്റെ ഒപ്പം ഇരുന്നു, ഇതൊക്കെ കാണിക്കാൻ പാടും, കുടുംബ പ്രേക്ഷകർ കാണില്ല. അഫ്സലിന്റെ അവസ്ഥ, ഈ അഫ്സലും ജാസ്മിനും ഒരുപോലെ റിലേഷനുള്ളപ്പോഴാണ് കാദർബായിന്റെ കല്യാണത്തിന് നീ ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേ ഭാരതിൽ ഉണ്ടാക്കി പോയത്. എന്തുകൊണ്ട് ആരവിന് ടിക്കറ്റ് എടുത്തില്ല? അഫ്സലിന്റെ വിഷമം അതാണ് ഏറ്റവും അല്ല കണ്ടോണ്ടിരിക്കുമ്പോഴല്ല, ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് അതിന്റെ വിഷമങ്ങളെ കുറിച്ച് പറയുന്ന ഫ്രണ്ടിന്റെ കഥ പറയണേ. അതായത് അഫ്സലിന് വേണ്ടി ഇപ്പൊ ഘോരഘോരം പുറത്തിറങ്ങുന്ന വിവി അഫ്സലും ജാസ്മിനും റിലേഷനിലുള്ള ടൈമായിരുന്നു കാദർബായിന്റെ കല്യാണം നടക്കണേ. അല്ല, ഇത് അഫ്സലിന് ഒരു ഇത് ഞാൻ അഫ്സലിന് വേണ്ടിയാ പറഞ്ഞിരുന്നത്. ഇതേ വിവി അന്ന് ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാണ്ടായ കാരണം ആരവിനോട് പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത് ആരവനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജാസ്മിന്റെ പ്രൊട്ടക്ഷൻ അല്ല, അവൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവൻ പോയത്. മനസ്സിലായ? അങ്ങനത്തെ ഉളുപ്പില്ലാത്ത മറ്റേ പരിപാടി മനസ്സിൽ വെച്ച് പോയ ഈ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നപ്പോഴത്തേക്ക് കാണിച്ചപ്പോ അനക്ക് അഫ്സലിനൊപ്പം നിന്നിട്ട് അയ്യോ അഫ്സലിന്റെ മാനസികാവസ്ഥ, അഫ്സലിന്റെ വിഷമം, അഫ്സലിന്റെ മാനസികാവസ്ഥയും വിഷമം ഒന്നും അല്ല എന്റെ വിഷയം ഉണ്ടായിരുന്നത്. എന്റെ വിഷയം എന്തായിരുന്നു അറിയോ? അഫ്സൽ എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞതാ വിവി, ആ കോൾ റെക്കോർഡൊക്കെ എടുത്ത് പുറത്തൊരു വിവി അഫ്സൽ ഇരിക്കുമ്പോൾ തന്നെ ജാസ്മിനോട് പ്രണയം തോന്നി അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് വിവി എന്ന് പറയുന്ന ഒരാൾ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് ജാസ്മിൻ്റെ കൂടെ വന്ദേ ഭാരതിൽ ഖാദർ കരിപ്പൊടിയുടെ കല്യാണത്തിന് പോയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സായി പറയുന്നത്. അത്തരത്തിലുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ ജാസ്മിനെയും ഗബ്രിനെയും കുറിച്ച് കുറ്റം പറയുന്നത്? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അഫ്സലിന് വേണ്ടിയിട്ടല്ല നമ്മുടെ വിവി ജാസ്മിനെ ഡിഗ്രേഡ് ചെയ്തിരിക്കുന്നുണ്ട്. വിവിക്ക് ജാസ്മിൻ്റെ അടുത്ത് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ജാസ്മിൻ്റെ അടുത്ത് അത് കിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം ജാസ്മിനെ ഇത്രമാത്രം ആര് ഡിഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അത് ജാസ്മിനെയും അഫ്സലിനെയും മാത്രമല്ല ഇയാൾ പിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, നമ്മുടെ ആരതി പൊടിയൻ ഡോക്ടർ റോബിനെയും കൂടെ പിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോബിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലേ, ആ ഫ്രണ്ട്സിനെയും കൂടെ ആ ഫ്രണ്ട്സിനെയും ഒക്കെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പുറകു നിന്ന് കുത്തി ഭീഷണിപ്പെടുത്തി പിരിക്കാനായിട്ട് ശ്രമിച്ചതും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളതും ഈ വിവിയാണെന്നാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയോ വലിയൊരു ചതിയനാണ് വിവി എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അതുപോലെ തന്നെ സായി വളരെ വിശ്വസിച്ച്, സായി ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് സായി വിശ്വസിച്ചിട്ട് തന്റെ PR-ന് വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനുള്ളിൽ വിവിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ളിൽ പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്നായിരുന്നു ജാഫറിക്കായിട്ടുള്ള ആ ഒരു ഫോൺ കോൾ കോൺവെർസേഷൻ. അത് പുറത്തു വിട്ടതും വിവി ആയിരുന്നല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ സായിയുടെ വൈഫായിട്ടുള്ള സ്നേഹക്ക് സൈബർ ബുള്ളിങ്ങിന് ഇരയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് സായി നല്ലൊരു ട്രോഫി നമ്മുടെ വിവിക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സായി കൊടുക്കുന്നു പറഞ്ഞാൽ ഞാനത് കൊടുക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. സായി നമ്മള് ഇപ്പോൾ ഒരു സായി കണ്ണിൽ നിന്നും ഇപ്പോൾ സീക്രട്ട് ഏജന്റായി മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹയുടെ കണ്ണുനീരിന് എന്തായാലും സായി വിവിക്ക് ഒരു നല്ല ട്രോഫി വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സായിയുടെ ഭാഗത്തു നിന്നും വിവിക്കെതിരെ കാണാനായിട്ട് സാധിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാനും നമ്മളോട് നല്ലത് പറയാനും നമ്മളോട് സംസാരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുകൾ വരും. ആ സമയത്തൊക്കെ നമ്മൾ എല്ലാവരും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും മാനമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ
ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യുക. പുറത്തുനിന്ന് ഒരു ഫ്രണ്ട് എത്ര തന്നെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതൊരു വെപ്പണായിട്ട് വരുമെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.